ഒരു സജഷൻ വഴിയാണ് നമുക്ക് മാൻസറ മെലഡി ഓഫ് ദ സൺ ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ ഈ പെർഫ്യൂം വാങ്ങിയിട്ട് ട്രൈ ചെയ്തു, ഡീക്കൻഡ് ട്രൈ ചെയ്തിട്ട് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് കുറച്ച് 10 പൈസ കൈ കിട്ടുന്ന സമയത്ത് ഞാൻ വാങ്ങാൻ പോകുന്നൊരു പെർഫ്യൂമാണ് മെലഡി ഓഫ് ദ സൺ. നിങ്ങളത് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. എനിക്ക് പുള്ളി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പെർഫ്യൂമൊക്കെ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, റെക്കമെൻഡേഷനൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ അക്കൂട്ടത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് പ്രത്യേകത, അത് ഭയങ്കര ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഫ്രഷ് പെർഫ്യൂം മാൻസറയിൽ ഒന്ന് തലവയ്ക്കാൻ പറ്റിയ നല്ലൊരു ഫ്രഷ് പെർഫ്യൂം. അതുകൊണ്ടാണ് കുറച്ച് പൈസ കിട്ടിയിട്ട് വേണം ഈ ഒരു ഫുൾ ബോട്ടിൽ വാങ്ങണമെന്ന് പറഞ്ഞു. ശരി, ഞാനിത് വാങ്ങി ഇപ്പോൾ ഒരാഴ്ചക്ക് മുമ്പ് വാങ്ങി വെച്ചു. ചെറിയൊരു ആരോഗ്യ പ്രശ്നം കാരണം എനിക്ക് കുറച്ച് ദിവസം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതൊന്ന് ട്രൈ ചെയ്തു. പുള്ളിക്കാരൻ പറഞ്ഞ സത്യമാണ്, ഈ ഒരു പെർഫ്യൂം നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ് മെലഡി ഓഫ് ദ സൺ. 2022 മാൻസറ ഇത് ലോഞ്ച് ചെയ്തത്. ഇൻഹൗസ് പെർഫ്യൂമറായിട്ടുള്ള പിയറി മോണ്ടാലയാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ അക്കൗണ്ട് എന്ന് പറയുന്നത് സിട്രസ്, അരോമാറ്റിക്, ഫ്രൂട്ടി, ഫ്രഷ് ഗ്രീൻ, ഫ്രഷ് സ്പൈസി, ഫ്ലോറൽ, ലാവണ്ടർ, വൂഡി, വൈറ്റ് ഫ്ലോറൽ. ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രൊഫൈൽ. ഇനി നമുക്ക് നോട്ടിലേക്ക് വന്നാൽ ലെമൺ, ഗ്രേപ്പ് ഫ്രൂട്ട്, ടോപ്പ് നോട്ടിൽ ലെമൺ, ഗ്രേപ്പ് ഫ്രൂട്ട്, ബ്ലാക്ക് കറന്റ്, ലാവണ്ടർ, പെയർ, കാർഡമം. മിഡിൽ നോട്ടിൽ ഗ്രീൻ ടീ, ജാസ്മിൻ, സീഡാർ, ഓസ്മാന്തസ്. ബേസ് നോട്ടിൽ മാറ്റെ, മസ്ക്, ആംബർ. ഇത്രയാണ് നോട്ട് വരുന്നത്. ഈ പെർഫ്യൂമിലേക്ക് വന്നാൽ മാൻസറയുടെ ബോക്സും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു സെയിം നമ്മുടെ സെദ്രാത് ബോസിലൊക്കെ ഉള്ള പോലുള്ള ഒരു ബോക്സ് ഡിസൈൻ ആണ്. ബാച്ച് കോഡും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. 120 ml ഉണ്ട്. ബാക്കിൽ ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളും വേറൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റന്റ് ക്രഷിൻ്റെ ഒക്കെ ഒരു ബോട്ടിൽ, ആ ഒരു കളർ പാറ്റേൺ. 3-4 പെർഫ്യൂം ഉണ്ടായിരുന്നു. ഇടത്തേക്കയിൽ മാൻസറ മെലഡി ഓഫ് ദ സൺ അടിച്ചു, വലത്തേക്കയിൽ വേറെ കുറേ പെർഫ്യൂം അടിച്ചു. അപ്പോൾ എനിക്ക് ആ സമയത്ത് മൂക്ക് അടഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്ക് നോസ് ബ്ലൈൻഡ് ആയി, മണം കിട്ടുന്നേ ഇല്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു മണം, ഒരു എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി, ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു സ്മെല്ല്. ഫ്രഷ് പെർഫ്യൂമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്കൊരു വാവ് ഫാക്ടർ വരുന്ന ഒരു മണം. അപ്പോൾ ഞാൻ കൈയൊക്കെ മണത്ത് നോക്കിയത് എവിടെ നിന്നാണ് ഈ മണം വരുന്നത്. അപ്പം ഈ ഭാഗത്ത് അടിച്ചിരിക്കുന്ന ചെറുതായിട്ട് ഈ ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് മാൻസറ മെലഡി ഓഫ് ദ സണ്ണിലാണ് ഈ മണം വരുന്നത്. ഞാൻ അപ്പം തന്നെ പേഴ്സണലായിട്ട് 1-2 പേരോട് പറഞ്ഞു, മെലഡി ഓഫ് ദ സൺ നിങ്ങൾ റെക്കമെൻഡ് ആയിട്ട് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം, അടിപൊളി പെർഫ്യൂമാണ് ഞാൻ പറയുകയും ചെയ്തു. ഇനി എൻ്റെ മണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യാം. ഓൾറെഡി ട്രൈ ചെയ്തു. സ്പ്രെയർ കാണിച്ചു തരാം. നല്ല പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രെയറാണ്. ഓപ്പണിങ്ങിൽ കിട്ടുന്നത് ലെമൺ, ഗ്രേപ്പ് ഫ്രൂട്ട്. നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റി ലെമൺ, ഗ്രേപ്പ് ഫ്രൂട്ട്, സിട്രസിൻ്റെ ഒരു ഓപ്പണിംഗ് ആണ്. ബ്ലാസ്റ്റ് ആണ് ഓപ്പണിങ്ങിൽ കിട്ടുന്നത്. ഒരു സിട്രസ് ലെമൺ സ്മെൽ ഓപ്പണിങ്ങിലുണ്ടാവും. 4 നോട്ടാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് കിട്ടുന്നത്. കുറേ നോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഗ്രീൻ ടീയുടെ നോട്ട്. ഗ്രീൻ ടീയുടെ മണമാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത്. ഓപ്പണിംഗ് വരുന്നത് ഒരു സിട്രസ്, ഓറഞ്ച്, ലെമണിൻ്റെ അകമ്പടിയോടുകൂടി തന്നെ ഒരു ഗ്രീൻ ടീയുടെ മണവും. അതായത് അതെ, നമ്മളൊരു നാരങ്ങ ഇട്ട് വെച്ചൊരു ഗ്രീൻ ടീ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മേഷവും ഒരു അപ്ലിഫ്റ്റിംഗ് മൂഡും ഒരു എനർജി കിട്ടുന്നത് പോലെ, ചില എനർജി ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ ഒരു എനർജി വരില്ലേ, എവിടെ നിന്നോ ഒരു എനർജി വരുന്നത് പോലെ, സ്പ്രേ ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു എനർജൈസിങ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് കിട്ടുന്നത്. സിമ്പിളാണ്. ലെമണും ഓറഞ്ചും പിന്നെ ഗ്രീൻ ടീയും, ഈ 2 നോട്ടും കൂടി ചേർന്നിട്ട് അതിൻ്റെ കൂടെ ഒരു നല്ല ജാസ്മിൻ്റെ മണം വരുന്നുണ്ട്. വൈറ്റ് ഫ്ലോറൽ ജാസ്മിൻ സ്മെല്ല്. അതൊരു ഹെവൻലി സ്മെല്ലാണ്. ഒരു വൈറ്റ് ബൊക്കെ പോലുള്ള ഒരു വൈറ്റ് ക്ലീൻ ജാസ്മിൻ സ്മെല്ല്. ആ ജാസ്മിൻ സ്മെല്ല് വരുമ്പോൾ ഭയങ്കര ക്ലീൻനെസ് വരുന്നു പെർഫ്യൂമിന്. ഒരു ക്ലീൻ എലഗൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ല്. അതൊരു ഏഞ്ചലിക് ടൈപ്പ് മണമായിട്ട് മാറുന്ന ഒരു ക്ലീൻ, ഫ്രഷ്, അപ്ലിഫ്റ്റിംഗ്, മൂഡ് ചേഞ്ച് ചെയ്യുന്ന ഒരു ക്ലീൻ ഓറ. അതാണ് ഈ ജാസ്മിൻ ഇതിനകത്ത് ചേർന്നപ്പോൾ കിട്ടിയ ഒരു ഫീൽ. നിങ്ങൾ കൊടൈക്കനാലിൽ ഒരു സമ്മർ വെക്കേഷൻ, കൊടൈക്കനാലിൽ ഇപ്പോൾ തണുപ്പില്ല, അല്പം തണുപ്പൊക്കെ ഒന്ന് മാറി ഒരു 24-25 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കൂട്ടിക്കും. അവിടെ നിങ്ങൾക്ക് സമ്മർ കോട്ടേജ് ഉണ്ട്. നിങ്ങൾ രാവിലെ ഒന്ന് വെയിൽ കായാൻ വേണ്ടി, അല്പം തണുപ്പുമുണ്ട് എന്നാൽ വെയിലുമുണ്ട്, വെയിൽ കായാൻ വേണ്ടിയിട്ട് ആ ബെഞ്ചിലിരിക്കുന്നു. മുറ്റത്ത് കുറേ വെള്ള നിറത്തിലുള്ള പൂക്കളുണ്ട്, കയ്യിലൊരു ഗ്രീൻ ടീ ഉണ്ട്, മുൻഭാഗത്ത് എന്താ പറയുക യൂക്കാലിപ്സ് മരങ്ങളും അതിനപ്പുറം പച്ച പുൽമേടുകളും. സോ ആ ഒരു ആംബിയൻസ് ആണ് എനിക്ക് ഫീൽ. ഒരു സമ്മർ വെക്കേഷൻ വൈബ് കിട്ടുന്ന ഒരു പെർഫ്യൂമാണ്. നമുക്കൊരു എന്താ പറയുക ഒരു എനർജി തരുന്നത്, പുറത്തേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു യാത്ര, ഒരു പിക്നിക്, ഒരു മൂഡ് അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂം, ക്ലീൻ ആയിട്ടുള്ള സ്മെല്ല്. നമുക്കൊരു ഫ്രഷ് പെർഫ്യൂം എന്നൊക്കെ ചിന്തിക്കുമ്പം കുറേയൊക്കെ മനസ്സിൽ ഓർമ്മ വരുമല്ലോ. അതൊക്കെ തന്നെയാണ് ഈ പെർഫ്യൂം. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ഫ്രഷ് പെർഫ്യൂമിൽ നിന്നും അതൊക്കെ തന്നെയാണ് ഈ മെലഡി ഓഫ് ദ സണ്ണിലുള്ളത്. പേരും അത് തന്നെയല്ലേ, മെലഡി ഓഫ് ദ സൺ. അപ്പോൾ വെയിലും ചൂടും ഇതൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് മനസ്സിനെ തണുപ്പിക്കാനും മനസ്സിനൊരു കുളിർമ തരാനും നമുക്കൊരു എനർജി ഫീൽ തരാനും. ചിലരൊക്കെ എന്നോട് പേഴ്സണലി ചോദിക്കാറുണ്ട്, ചേട്ടാ ഈ വർക്കലയിലൊക്കെ പോകുമ്പോൾ, കോവളത്തൊക്കെ പോകുമ്പോൾ ഈ സായിപ്പൊക്കെ അടുത്ത് വരുമ്പോൾ ഒരു സ്മെല്ല് വരാറുണ്ട്, ഒരു ക്ലീൻ ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല്. അതെങ്ങനെയുള്ള മണമായിരിക്കും? ഞാൻ പറയുന്നത് ഇതുപോലുള്ള മണങ്ങൾക്കാണ് അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളത്, ഒരു ക്ലീൻ എലഗൻ്റ് ആയിട്ടുള്ള സ്മെല്ല്. അപ്പോൾ സിമ്പിളാണ്. ഓറഞ്ച്, സിട്രസ്, ഗ്രീൻ ടീ, ജാസ്മിൻ, ഇത് 4 നോട്ടും കൂടി ചേർന്ന് വരുമ്പോൾ ഒരു ഹെവൻലി കോംബോയാണ് ഈ ഒരു പെർഫ്യൂം. മാൻസറയുടെ ഓരോ പെർഫ്യൂമിനും ഒരു യുണീക്നെസ് ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ വേറൊരു ക്ലോൺ ഇല്ല ഈ സാധനത്തിൽ. അപ്പോൾ നിങ്ങൾ
ഒഫീഷ്യലായിട്ട് ഈ ഒരു സാധനം വാങ്ങിയേ പറ്റൂ. മറിച്ചൊരു ക്ലോൺ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനില്ല. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് മർവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മർവയിൽ അല്പം ജാസ്മിൻ നോട്ടും കുറേ കൂടി സിട്രസ് നോട്ടൊക്കെ വരുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്മെല്ലില്ലേ, അതാണ് ഇതിൻ്റെ മണം. കുറച്ചുകൂടി ഹൈ ക്വാളിറ്റിയാണ് മർവ, അറിയാലോ ആ ഒരു ബഡ്ജറ്റ് നിൽക്കുന്നത്. ഇത് അറൗണ്ട് ഒരു 9,000 അടുപ്പിച്ച വിലയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇതാണ് ഇതിൻ്റെ മണം. ഇത് ആര് വാങ്ങണമെന്ന് വെച്ചാൽ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ തലവെക്കണം. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങും. എനിക്ക് ഉറപ്പുണ്ട് വാങ്ങും. ഈ മാൻസറ സിസിലിയിൽ ചേർത്തിരിക്കുന്ന ഒരു സിട്രസ് നോട്ടുണ്ട്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിട്രസ് നോട്ട് ചേർത്തിരിക്കുന്ന ഒരു പെർഫ്യൂമാണ് മാൻസറയുടെ സിസിലിയിൽ ചേർത്തിരിക്കുന്ന സിസിലിയൻ ബെർഗാമോ ലെമൺ. ആ നോട്ടിനോടൊപ്പമാണ് നല്ല ജാസ്മിൻ നോട്ടും ഗ്രീൻ ടീ ഒക്കെ ചേർന്ന് വരുന്നത്. അതൊരു ഹെവൻലി കോംബോയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഡ്രൈ ഡോണിൽ ഒരു മിൽക്കി ക്രീമി മസ്കി നോട്ടും വരും. അപ്പോഴും നമുക്ക് ജാസ്മിൻ്റെ നോട്ട് കിട്ടും. നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ ഈ 4 നോട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ ഫ്രാഗ്രൻറ്റിക്കലെ നോട്ട് നോക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലോങ്ജിവിറ്റി 7-8 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള ലോങ്ജിവിറ്റി ഉണ്ട്. ആദ്യത്തെ 2.5 മണിക്കൂർ 3 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ഉണ്ട്. ആദ്യത്തെ ഒരു സ്പ്രേയിൽ തന്നെ എനിക്ക് നന്നായിട്ട് അത് പുഷ് ചെയ്യുന്നുണ്ട്, മണം പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി കാലാവസ്ഥ ഹൈ ഹീറ്റ്, നമുക്ക് ഇപ്പോഴത്തെ ഒരു സീസണിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. പക്ഷേ എങ്കിലും ഇതൊരു ഓൾ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. നിങ്ങൾക്ക് ഒരു വർഷത്തിലെ എല്ലാ കാലാവസ്ഥയിലും, മഴയുള്ളപ്പോഴും വെയിലത്തും ഓഫീസിലും എല്ലാ സാഹചര്യത്തിലും ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂം. ഇനി ഓഫീസിൽ നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം, ഹൈ ക്ലാസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ ഈ ഒരു പെർഫ്യൂം ഒരു യൂണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ഓഫീസിൽ യൂസ് ചെയ്യാം, വെയിലത്ത് പോകുമ്പോൾ ഫീൽഡ് വർക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. അപ്പോൾ ഒരു പക്ക ഹൈ ക്വാളിറ്റി ഫ്രഷ് പെർഫ്യൂം, മെയിൻലി സിട്രസ് ഗ്രീൻ ടീ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മണമാണ്. ഹെവൻലി കോംബോ വിത്ത് ജാസ്മിനോട് കൂടി ചേർന്ന പെർഫ്യൂം. അപ്പോൾ ഈ ഒരു ഹൈ ഹീറ്റിൽ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വില ഞാൻ പറഞ്ഞു 9,000. ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഇതൊരു യൂണിസെക്സ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഗേൾസിനും ഇത് ട്രൈ ചെയ്യാം. ഫ്രഷ് പെർഫ്യൂം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഗേൾസിനും ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. ചുരുക്കി പറഞ്ഞാൽ മാൻസറയുടെ ഒരു നല്ലൊരു ഓഫറിംഗ് ആണ് മെലഡി ഓഫ് ദ സൺ. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് സിസിലി ഇഷ്ടപ്പെട്ടു, കൊക്കോവാൻ ഇഷ്ടപ്പെട്ടു, ഫ്രഞ്ച് റിവിയർ ഇഷ്ടപ്പെട്ടു, ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് മാൻസറയുടെ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യുക. മർവ നിങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെട്ട പെർഫ്യൂം ആണെങ്കിൽ, അല്ലെങ്കിൽ LV ഇമാജിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. അതേ ക്വാളിറ്റി, കുറച്ചുകൂടി ഗുഡ് പെർഫോമൻസ് നമ്മുടെ നാട്ടിലെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഇപ്പോഴത്തെ ഒരു സീസണിൽ ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള പെർഫ്യൂമാണ് മെലഡി ഓഫ് ദ സൺ. പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ഒരു ഫുൾ ബോട്ടിൽ വർത്തിയായിട്ടുള്ള പെർഫ്യൂമാണ്. അതിൽ യാതൊരു സംശയമില്ല. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കമൻറ്റിൽ എൻ്റെ നമ്പർ മെൻഷൻ ചെയ്യാം. ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങണമെന്ന് തീരുമാനിക്കാം. 5 ml 10 ml ഡീക്കനുണ്ട്.